പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ജിഞ്ചർ ചായയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പോൾ താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. ചായ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കെറ്റിലെടുക്കാം. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഇനി 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചതിന് ശേഷം നമുക്കത് ഇട്ട് കൊടുക്കാം ഈ ഒരു വെള്ളത്തിലേക്ക്. ഇനി നമ്മൾ ഏത് തേയിലയാണോ ഉപയോഗിക്കുന്നത് ആ ഒരു തേയില ഏകദേശം 1 ടീസ്പൂണിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തേയിലയ്ക്ക് ആ കടുപ്പമൊക്കെ നന്നായിട്ട് ആ വെള്ളത്തിൽ ഇറങ്ങണം. അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഫ്ലേവറും നന്നായിട്ട് ഇറങ്ങണേ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇത് നല്ല കട്ടിയായിട്ടുള്ളൊരു പാലാണ്, പശുവും പാലാണേ. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി നമുക്കിപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് മീഡിയത്തിലും സിമ്മിലും ആക്കി ഗ്യാസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്കും തിളച്ച് വരും. പിന്നെ ഒന്ന് കുറുകി ആ ഒരു സത്തൊക്കെ അങ്ങ് ഇറങ്ങും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലാണ് ചായ ഒഴിച്ച് അരിക്കാൻ പാകമായിട്ടുള്ളത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ചായക്ക് ടേസ്റ്റ് കിട്ടുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മളൊരു 2 3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കണം. നല്ലോണം അടിച്ച് പതപ്പിച്ചെടുത്താലേ ചായക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഇഞ്ചി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദഹനത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കിത് കുടിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇഞ്ചി മാത്രമല്ല, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ചതച്ചതും കൂടി ചേർക്കാം. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.